എവിടെയെങ്കിലും ഇറങ്ങിയ 100 തടസ്സങ്ങളും 100 തലവേദനകളാണ്. മനുഷ്യന് സ്വസ്ഥമായിട്ട് ഒരു കാര്യത്തിന് വീടാത് അല്ലേ? ഇതാണ് ഇതാണ് എങ്ങനെയുണ്ട് വീട്? ഇത് അപ്പക്കുട്ട സാറിന് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പക്കുട്ട സാറിന് ഇഷ്ടപ്പെടാത്തത് സൗകര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ ആളെ വിശാലമായിട്ടുള്ള ഹാള്, 4 ബെഡ്റൂം പോരെ? മതി. ഇതിപ്പോ ഈ അമ്മായി അമ്മയും മരുമോളും തമ്മിലുള്ള ഒരു ഉടക്കിന്റെ പേരിലാണ് ഇപ്പൊ ഇത് ഇങ്ങനെ ഒരു ഇത് വന്നത്. എന്തായാലും കുഴപ്പമില്ല. ഞാനേ എൻ്റെ ഒരു ഫോട്ടോ ഒന്ന് ഫോട്ടോ ആളെ എടുക്കണമെന്നില്ല, എൻ്റെ ഉണ്ട്. എന്നാലും നമുക്ക് അപ്പക്കുട്ട സാറിന് ഒരു ഇത് വരണ്ടേ? എടുത്തു. ആ പോർച്ചൊക്കെ എടുത്തോളേ താഴെ. അല്ല അങ്ങോട്ട് കയറാക്കൂലേ? കയറാം. പിന്നെ തുറക്കട്ടാ? ഗേറ്റ് തുറപ്പിടക്കും. ഇതിപ്പം വാളിയാ, ധൈര്യമായിട്ട് വാളിയാ. എൻ്റെ കൂടെ അല്ലേ വരുന്നത്, ഞാനല്ലേ കൂട്ടു. ഇങ്ങോട്ട് വാളിയാ, കയറിയോ? അല്ലേ, അതാ ഇതൊരു ബെഡ്റൂമാണ്, ഇതൊരു ഗസ്റ്റ് റൂമാണ്. സെറ്റപ്പ് അപ്പക്കുട്ട സാറിന് എന്തായാലും ഇത് ഇഷ്ടപ്പെടും. ആർക്കാളെ ഇഷ്ടപ്പെടാത്തത്? ഈ സെറ്റപ്പൊക്കെ പോരെ. ആളെ അത് പുറത്തോട്ടിറങ്ങാം. അവിടെ ഒരു മുറ്റമുണ്ട്, വലിയ മുറ്റം. കൊള്ളാം. ഇതിപ്പോ എങ്ങനെയാണ് ഇതിന്റെ നടപടിയും കാര്യങ്ങളൊക്കെ? വാടകയും എൻ്റെ അളിയ 2 മാസത്തെ വാടക ഡെപ്പോസിറ്റ് ആയിട്ട് കൊടുക്കണം. 25 രൂപ ഈ വീടിന് കണ്ണുടച്ച് കിട്ടും. അപ്പോൾ അപ്പുറത്ത് 30,000 രൂപയൊക്കെ കൊടുത്തിരിക്കുന്നത്. ഇതിലും ചെറിയ വീട് വാടക. പിന്നെ അളിയ അതോർത്ത് അളിയെ വിഷമിക്കണ്ട. ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞതുകൊണ്ട് നമുക്ക് ചെറിയ വാടക എടുക്കാതെ ഒരു 15 രൂപയ്ക്ക് പിടിച്ചുകൂടെ നമുക്ക്? 15 രൂപ കുഴപ്പമില്ല. 25 രൂപ ഡെപ്പോസിറ്റ്. അത് കുഴപ്പമില്ല. എൻ്റെ അളി ഈ റഹീമിക്കായ്ക്ക് ഈ വീട് നല്ലോണം നോക്കുന്ന ഒരു പാർട്ടിയെ കിട്ടിയാൽ മതി. അല്ല വേറൊരു കുഴപ്പമില്ല. അവർക്ക് 3-4 വീടുണ്ടെന്നേ. നീ പുള്ളിയെ വിളിച്ചിട്ട്? അല്ല, ഞാൻ ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇടാം. പുള്ളി എന്നെ തിരിച്ചു വിളിച്ചു. വോയിസ് ഇടാം. റഹീമിക്ക, ഞാനിവിടെ എത്തി കേട്ടോ. നമ്മുടെ പാർട്ടിക്ക് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഭാര്യയും ഭർത്താവും വന്നിട്ടുണ്ട്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് വീട്. അപ്പൊ എന്നെ പെട്ടെന്നൊന്ന് വിളിക്കണേ. ഭാര്യ ഭർത്താവെന്നൊക്കെ പറയുന്നത് ഇരിക്കട്ടെ. വേറെ കാര്യമുണ്ട്. ഈ അടുക്കളയിൽ അവിടെ ഇതൊക്കെ ഇരിക്കുന്നില്ല, ഉപകരണങ്ങൾ. അതെല്ലാം ഉപയോഗിക്കാമല്ലോ, സാധനങ്ങളെല്ലാം ഉപയോഗിക്കാമല്ലോ. ഞാൻ ചോദിക്കാം, വിളിക്കുക. ഇത് ഈ ഫർണിച്ചറെല്ലാം ഉപയോഗിക്കാം. ഇനിയിപ്പോൾ അടുക്കളയിലെ സാധനങ്ങൾ ഈ പെണ്ണുങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് പോവുകയല്ലോ ചെയ്യുന്നത്. ഇങ്ങനെയുള്ളവർക്കൊന്നും വേണ്ടി വരാം. നീ ഒന്ന് ചോദിച്ചു നോക്ക്. അത് ചോദിക്കാം. അറിയാ കോള് വരുന്നേ, വിളിക്കുന്നത്. ഹലോ. റഹീമൊക്കെ ഇവർക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ വീട്. ഒരു ഭാര്യ ഭർത്താവോടെ വന്ന് നോക്കിയത്. അപ്പോൾ വാടകയുടെ കാര്യം ഞാൻ മാമ അടുത്ത് പറഞ്ഞിരുന്നു. ഒരു നമുക്ക് വളരെ വേണ്ടപ്പെട്ട പാർട്ടിയാണ്. ഇല്ല, അവർ വീട് നല്ല വൃത്തിയായിട്ട് നോക്കിക്കോളും. പിന്നെ ഞാൻ ഇവിടെ ഉണ്ടല്ലോ, എൻ്റെ ഒരു നോട്ടം എപ്പോഴും ഉണ്ടാവും. പിന്നെ ഇക്ക ഒരു കാര്യം കൂടെ, അത് ഈ ഫർണിച്ചറൊക്കെ അവർ ഉപയോഗിച്ചോട്ടോന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ ഈ അടുക്കളയിലും സാധനങ്ങളൊക്കെ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീന്, മറ്റേ പാത്രം കഴുകുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഡിഷ് വാഷറൊക്കെ. ശരി 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 ഓക്കെ. അതായത് ഞാൻ ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് രാത്രി വിളിക്കാം. ശരി, ഓക്കെ. അളിയ എല്ലാം ഉപയോഗിച്ചോളാം പറഞ്ഞു. നമ്മൾ പറഞ്ഞതിനപ്പുറം ഇതില്ല. അതാണ് ഇതിലായില്ല. ഈ കാര്യത്തിൽ ഞാൻ സമ്മതിച്ചു. നിനക്ക് കുറെ മാമമാരും കൊച്ചാപ്പാരും ഉള്ളതുകൊണ്ട് അവർക്ക് കുറെ കൂട്ടുകാരും ഇതുപോലെ ഉണ്ടെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ ഈ അപ്പക്കുട്ട സാറിനെ വിളിച്ചിട്ട് സെറ്റായി എന്നുള്ളത് പറയാം. വിളിച്ചു പറ. 15 എന്ന് പറയണ നമ്മൾ വാടക ഇനി കുറേ മോശമല്ലേ? വേണ്ട വേണ്ട വേണ്ട. ഒരു നനവുണ്ടെന്ന് പറഞ്ഞ് കുഴിക്കാൻ നിൽക്കല്ലേ? ഇല്ലല്ല. സാറേ നമസ്കാരം. ഞാൻ വീട് നോക്കിയിട്ട് അങ്ങനെ വീട്ടിൽ നിൽക്കുകയാണ്. ഒരു 4500 സ്ക്വയർ ഫീറ്റ് വലിയ വീട് സാറേ, ഗംഭീര വീട്. അല്ല സാറേ, അത് ഇപ്പം ഗൾഫിൽ അതിൻ്റെ ഓണറുമായിട്ട് വിളിച്ച് സംസാരിച്ചെല്ലാം ഓക്കെ ആക്കി. അവർ ധാരണയിലായ ഞാൻ ഇപ്പോൾ അവർ വേറെ പാർട്ടി വന്നതിനെയൊക്കെ മാറ്റിയിട്ടാണ് നമുക്ക് ഇനി പിണങ്ങുമ്പോഴോ
ശരി സാറേ, ശരി സാർ. ഓക്കെ സാർ, ആയിക്കോട്ടെ. എന്തോ കളിയാ? വീടിപ്പോൾ വേണ്ടെന്ന് എന്തോ കളിയാ ഇത്? കാര്യം ഈ അപ്പുക്കുട്ട സാറിന്റെ എല്ലാ പരിപാടിയും ഇങ്ങനെ, ഇയാൾ ഒരു കാര്യത്തിന് ഇറങ്ങാത്ത ഇതുകൊണ്ടാണ്. സഹോദരിയും ആ മരുമോളുമായിട്ട് ഒരു ധാരണയിലായി, അവർ പിണക്കം മാറിയുന്നു. ഇനി പിണങ്ങണമെങ്കിൽ നമുക്ക് ഈ വീട് എടുക്കാം. ഇങ്ങനെ കാര്യം മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ടാണ്. എന്തൊരു കഷ്ടം നല്ല നമ്മൾ ഈ എടുക്കണ കഷ്ടപ്പാടൊന്നും ഇങ്ങനെ കട്ടായില്ലെന്ന് അയാൾ കേക്കട്ട്. പിന്നെ അയാൾ ഈ വൃത്തിയോട് മൊത്തം കാണിച്ചു ചെയ്യാൻ പറ്റും. നമ്മൾ ഞാൻ അങ്ങനെ വിളിച്ച് പറയുകയും ചെയ്ത് ഭാര്യയും ഭർത്താവും കൂടെ വന്ന് നോക്കാൻ നിൽക്കുന്നെന്ന് പറയും. എന്തിനാ അങ്ങനെ പറയാൻ പോയത്? ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് പറഞ്ഞതാ, നമ്മളെ കാര്യം നടക്കുമല്ലോ എന്ന് കരുതിയിട്ട് പറഞ്ഞു പോയതാ. ഞാൻ അറിഞ്ഞ ഇത് ഇങ്ങനെ ആവും. ഇനിയിപ്പം വിളിച്ചു പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? എങ്ങനെയല്ലേ വിളിച്ചു പറയുന്നത്? ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അളിയാ, തങ്കും അളിയും കൂടെ വന്ന് ഇവിടെ താമസിക്കും. 6 മാസം കാര്യമല്ലേ ഉള്ളൂ അളിയ. ഇവിടെ ഒന്ന് താമസിക്കാൻ? അല്ലെ 15,000 രൂപയിലെ വാടകയുള്ളൂ. ആ വീട് ഞാൻ ഒരു നമ്മുടെ ടൗണിലായതുകൊണ്ട് ഒരു 10 രൂപയ്ക്ക് പോകും. പിന്നെ ഒരു 5 രൂപയുടെ കേസല്ലേ ഉള്ളൂ. അത് നമുക്ക് ഒപ്പിക്കാവുന്ന കേസല്ലേ ഉള്ളൂ. ഇത്രയും അളിയ ഡിപ്പോസിറ്റ് ഒന്നും തരണ്ട അളിയ, ഞാൻ ആ കാര്യങ്ങൾ ഞാൻ ഏറ്റോളാം. അളിയ ഒരു 15 രൂപയുടെ കേസുള്ളൂ, നടക്കൂന്ന്. ഞങ്ങൾ താമസിക്കുന്ന കാര്യമൊന്നും നടക്കൂല. നീ കാരണം വെച്ച് കഴിഞ്ഞാൽ അതൊന്നും വിട്ടിട്ട് അവള് വരൂല. അമ്മയും അവരെ എല്ലാവരും. അളിയന് ഒരു ഉപകാരം ചെയ്യാൻ പറ്റുമോ? തങ്കത്തിനൊന്നും കാണിക്കാമോ? നിങ്ങൾ രണ്ടുകൂടെ ഒന്ന് കണ്ടാൽ മതി, ഞാൻ ഒന്ന് വീഡിയോ എടുത്തോളാം. അളിയനാണെന്ന് അറിയത്തില്ല. ഞാൻ തങ്കത്തിനോടൊന്ന് പറഞ്ഞു നോക്കാം. കുടുംബത്തിൽ ആരുടെയെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്യാവുന്ന സമയത്ത് അവൻ്റെ അപ്പുട്ട സാർ എന്തെങ്കിലും പറഞ്ഞാലാ ഓടിപ്പോയിട്ടാണ് ചെയ്യും. ഞാൻ എത്തിയതേ ഉള്ളൂ. ഞാൻ സെറ്റായി കഴിഞ്ഞാൽ ഞാൻ വിളിക്കാം. ഞാൻ വിളിക്കാം. സംസാരിക്കട്ടെ. ഓ, എവിടുന്ന പാർട്ടി ഓഫീസിൽ നിന്നോ അതോ അപ്പുട്ട സാറിൻ്റെ വീട്ടിൽ? എന്തോ ഇത് ഒപ്പിച്ചിട്ടുണ്ട്. ആ മുഖം കണ്ടാലറിയാം. ഒന്നുമില്ല. എന്തോ ഉണ്ട്, പറഞ്ഞോ. ഇല്ലെന്നേ, രാവിലെ ഓരോ കാര്യമായിട്ട് ഇറങ്ങി വെറുതെ വേലയിരുന്ന മറ്റേ പാമ്പിനെ എടുത്ത് നമ്മൾ ചുറ്റുമെന്ന് പറയില്ലേ, അതുപോലെയായി. ആരെ ചുറ്റിന്ന് മാത്രം പറ. ഞാൻ അപ്പുക്കുട്ടൻ സാറിന്റെ ഒരാവശ്യമായിട്ട് വീട് കാണാൻ പോയല്ലോ. പെങ്ങളും പെങ്ങളുടെ മരുമോളുമായിട്ട് ഭയങ്കര ഉടക്കും വഴക്കും. അങ്ങനെ അപ്പുക്കുട്ടൻ സാറ് പറഞ്ഞു അവർക്കൊരു വീട് എടുത്തു കൊടുത്ത് രണ്ടുപേരെയും സെപ്പറേറ്റ് ആക്കി താമസിപ്പിക്കാം മരുമോളെ. അങ്ങനെ വീട് നോക്കി ചെന്ന് വീട് നല്ല ഗംഭീര വീട്. അമ്മ, അയ്യോ, വലിയ വീട് എല്ലാം ഓക്കെ. അൻസാറിന്റെ പിന്നെ മാമാടെ ഒരു സുഹൃത്തിൻ്റെയാണ് വീട്. അങ്ങേരങ്ങ് അബുദാബിയിലാണ്. അപ്പോൾ അൻസാർ അവിടെ നിന്നുകൊണ്ട് തന്നെ അങ്ങേരെ വിളിച്ച് എല്ലാം സംസാരിച്ച് അവരെ മാമാരെ കൂട്ടുകാരനെ വിളിച്ചിട്ട് പറഞ്ഞു പാർട്ടി ഇവിടെ നിൽപ്പുണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ട്, അവർക്ക് വീട് ഇഷ്ടപ്പെട്ട് എല്ലാമാണ്. അപ്പം അവർക്ക് താമസിക്കാൻ ആരെങ്കിലും മതി വീട്. വാടക കിട്ടിയിട്ട് അവർക്ക് കോടികളുള്ളവരാണ്. വീട് ആളനക്കം വേണം, അത്രേ ഉള്ളൂ. അങ്ങനെ എല്ലാം ഓക്കെ പറഞ്ഞു. ഈ അപ്പുക്കുട്ട സാറിനെ വിളിച്ചപ്പോൾ അയാൾക്ക് വല്ലതും അറിയണോ? അയാൾ ഉടനെ പറയണത് അത് ലിറ്റോ, നമുക്ക് തൽക്കാലം ആ വീട് ഇപ്പം നോക്കണ്ട, അവിടെ നിൽക്കട്ടെ. അത് ഇവിടെ അമ്മായിയും മരുമോളും തമ്മിൽ കുറച്ച് ഇതായി, ഒരു പിണക്കമൊക്കെ മാറി ഇപ്പം അടുപ്പത്തിലായി, സ്നേഹത്തിലായി. വല്ല കാര്യമുണ്ട്. അൻസാർ വിളിച്ച് പറയുകയും ചെയ്തേ വീട് വേണ്ട, ഇപ്പൊ വീട് വേണ്ട. അതങ്ങ് വേണ്ടെന്ന് വെച്ചാ പോരെ, എന്ത് വേണ്ടെന്ന് പറയണം? എന്ന് പറയാം. നിങ്ങൾക്ക് ഈ പല കാര്യം അറിയാമോ? ഈ മാമാരെ കൂട്ടുകാരനുണ്ടല്ലോ, ആ പുള്ളി എന്ന് പറഞ്ഞാൽ അൻസാർ എപ്പോ വിളിച്ച് നമ്മുടെ പാർട്ടിയിൽ എന്തൊരാവശ്യം പറഞ്ഞാലും അപ്പൊ ഫണ്ട് തരുന്ന ആളാണ്. മാത്രമല്ല ഇത് മാമാരെ വേറെ ആരോ ബന്ധു ഒരു ആളിനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് വേറെ ഫാമിലിക്ക് എല്ലാം പറഞ്ഞു ഉറപ്പിച്ച് വെച്ചിരുന്നതിനെ തട്ടി മാറ്റിയിട്ടാണ് അൻസാറിന്. അങ്ങനെ കാണിക്കുമ്പോ തെമ്മാടിത്തരല്ലേ നമ്മൾ ഈ ചില സമയം എനിക്കത് തോന്നാറുണ്ട്. ഒരു കാര്യം ചെയ്യേ, വേറെ ഏതെങ്കിലും ആൾക്കാരെ കിട്ടുമോ നോക്ക് വാടക. അല്ല അമ്മാവ, ഇതിപ്പോ ഒന്നുമില്ല, നമുക്ക് തൽക്കാലം ഒന്ന് നിൽക്കാനേ. അൻസാർ പറഞ്ഞ ഭാര്യയും ഭർത്താവും അവിടെ വന്ന് ഇഷ്ടപ്പെടുന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും അവിടെ പോണതൊന്നും ഒരു വീഡിയോ എടുത്ത് അയാൾക്ക് അയച്ചു കൊടുക്കണം. വന്നു അവന്റെ ഭാഗത്ത് തെറ്റില്ല എന്ന് നമുക്ക് വരുത്തണം. അൻസാർ ഒന്നുമില്ല, നമ്മളിവിടെ ഒന്ന് പോയി ഒരു വീഡിയോ എടുത്താൽ മതി. നമ്മളറിയില്ലല്ലോ പുള്ളിക്ക്. പിന്നെ ഇനി എന്റെ കൂടെ നീയല്ലേ വരാൻ പറ്റുള്ളൂ, വേറെ ആരെങ്കിലും പെണ്ണിനെ കൊണ്ടുപോയാൽ മതി. അത് പറ്റൂലല്ലോ. അവിടെ പോയിട്ട് സിനിമയിലത്തെ പോലെ അഭിനയിക്കൊന്നും വേണ്ട. അഭിനയിക്കൊന്നും വേണ്ട. ഇങ്ങനെ വീട് നോക്കണം. ഇവരാണ് വീട് നോക്കിയിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് മാമയുടെ കൂട്ടുകാരനെ അതങ്ങ് എത്തി വീഡിയോ കിട്ടി കഴിഞ്ഞ ഒരു 2 ദിവസവും കഴിഞ്ഞ വേറെ എന്തെങ്കിലും ഇവിടെ അടുത്ത് തന്നെ സാരിയെ കൂടെ നല്ല പ്രൗഢി തന്നെ പോകണം. ഇച്ചിരി സെറ്റപ്പ് ഉള്ള ഒരു ഫാമിലിക്ക് ഇച്ചിരി വൃത്തി മെനയായിട്ട് പോകണം. അപ്പൊ ഒരു 2 ഭാര്യ ഉണ്ടെന്ന് വിചാരിക്കത്തില്ലേ? കുടുംബക്കാരെ ഒന്നിച്ചോ, കുടുംബത്തിലുള്ളവരും ചെല്ലൂലേ? വീട് അല്ല തന്നെ വീടൊന്നും കാണാമല്ലോ. ആ വീട് കാണേണ്ട വീട് തന്നെ. അമ്മ
സൂപ്പർ അല്ലേ? എന്റെ പൊന്നെ. ചേച്ചി ആ സ്റ്റൗവിന്റെ മേളിൽ ഇങ്ങനെ വെച്ചിരിക്കുന്നില്ലേ, അതല്ലേ കിച്ചൺ ഹോബ്? ചിമ്മിനി ഇലക്ട്രിക് ചിമ്മിനി. എനിക്കറിയില്ല, കണ്ടിട്ടില്ല. അതെ, ഇവര് കോടികളാണ് ദിവസവും അവരുടെ വരുമാനം ഗൾഫില്. എന്തിന് ഇത്രയും വലിയ വീടൊക്കെ അല്ലേ ഇത്? അൻസർക്ക് മേളിൽ എത്ര റൂമുണ്ട്? 4 താഴെ 2. എന്റെ പൊന്നെ, അൻസർക്ക് ഇതൊക്കെ നമുക്ക് ഇവിടെ താമസിക്കുമ്പോ ഇതൊക്കെ ഉണ്ടല്ലോ അല്ലേ? ഉപയോഗിക്കാം. കിച്ചണിലെ എല്ലാ സാധനവും ഉപയോഗിക്കാം. താമസിക്കുന്നവർക്ക് ഉപയോഗിക്കാം. കിച്ചണിലെ എല്ലാ സാധനവും ഉപയോഗിക്കാം. അതായത് അവര് ഗൾഫിൽ നിന്ന് വരുമ്പം വന്ന് താമസിക്കാൻ വേണ്ടിയാണ് ഇത്രയും മുറി. ശരിക്കും ഒരു ഡാൻസ് ക്ലാസ് ഒക്കെ ഇടാൻ പറ്റിയ അത്ര ഏരിയ ഉണ്ടല്ലേ പിള്ളേർക്ക്? ഫുട്ബോൾ കളിക്കാം. അല്ലേ, ഒന്ന് വീഡിയോ എടുക്കണം. എടുക്കുന്നെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പോവാം. ഇങ്ങ് മാറിയില്ല. ഞങ്ങൾ ഇവിടെ ഇറങ്ങി ഇങ്ങനെ വേണോ? അവിടെ നിന്ന് ഇറങ്ങി വന്ന് പറയുകയാണെങ്കിൽ ഒന്നുകൂടെ നമ്മൾ ഇത് കണ്ടിറങ്ങി വരണ പോലെ. ഞാൻ പറയുമ്പോ വന്നോ മതിയോ? പറ്റാ വന്നോ. ഞാൻ റെഡി പറയാം. റെഡി. പോ. അയ്യേ, ഇതൊന്നും പറ്റത്തില്ല. ഇങ്ങനെയൊന്നും വേണ്ട. ചേച്ചി വാവ്, അങ്ങനെ വേണ്ട, ലൈറ്റ് ആയിട്ട് മതി. ഒന്നുകൂടെ കൂട്ടാ. നോർമലായിട്ട് നമ്മൾ സംസാരിക്കുന്ന വാവ്, അത്ര മതി. അത് ഒന്നും വേണ്ട. അതൊന്നും വേണ്ട. അവിടെ പുറത്തുള്ളവരല്ലേ? നമ്മൾ വീട് കാണുന്നു, നീ എന്നോട് പറയുന്നത് വീട് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. അയ്യേ, നമ്മള് കുറച്ച് റിച്ച് ആണെന്ന് വിചാരിക്കട്ടെ അവര്. അതിന് ആക്കിയാലും റിച്ച് ആവുള്ള അല്ല, അത് അങ്ങനെ കാഴ്ചയിൽ ഇപ്പൊ റിച്ച് ഉണ്ട്. അറിയില്ലായിരുന്നു. ഞാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. റെഡി. നടന്നു. ചേട്ടാ എന്ത് മനോഹരമായിരിക്കുന്നു ഈ വീട്. നമുക്ക് ഈ ഹോം തന്നെ മതി. നല്ല കുഷ്യനുകൾ, കൈനീട്ടുമ്പോ വരുന്ന വെള്ളം, വളരെ മനോഹരമായിരിക്കുന്നു ചേട്ടാ. എനിക്ക് ഈ വീട് തന്നെ മതി. കുറച്ച് ഇതായില്ലേ? ഓവർ ആയിരുന്നു ചേച്ചി. വേണ്ട. ഞാൻ പറയട്ടെ, ചേച്ചിയുടെ അച്ചടി ഭാഷയിൽ സംസാരിക്കും. ചേട്ടാ ഞാൻ ഒരു കാര്യം ഞാൻ പറയട്ടെ, സംസാരമൊന്നും വേണ്ട, വെറുതെ നടന്ന് ഇങ്ങനെ കണ്ടു വരണത് മതി. അത് മതി. അല്ല, ഒരു കാര്യം പറഞ്ഞിട്ട് ചേട്ടാ എനിക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു, അത് മതി. അത് മാത്രം പറഞ്ഞാൽ മതി. ചേട്ടാ എനിക്ക് വീട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ചേട്ടാ, അത്രയും മതി. ഇത് സിനിമ ഭാര്യനെ മാറ്റട്ടെ, ഞാൻ നിക്കട്ടെ. ഇത് സിനിമയും സീരിയലൊന്നും അല്ല. ഇത് ഒരാൾ നമ്മൾ ഇവിടെ വന്ന് കണ്ടു എന്ന് പറയുമ്പോൾ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇഷ്ടപ്പെടണം നമ്മളെ. ചെയ്യണ പോലെ തോന്നരുത്. നീ മിണ്ടണ്ട, മര്യാദയ്ക്ക് നടന്നു വന്നിട്ട് വീട് കൊള്ളാം, നമുക്ക് വല്ലാത്തൊരു പുരുഷൻ ഞാൻ വിളിച്ചത് കേട്ടോ. ഈ അപ്പുക്കുട്ടൻ സാറേ എടുത്തോ, പിടിച്ചോ. എനിക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടു ചേട്ടാ. എനിക്കും. നമുക്ക് ഈ വീട് തന്നെ മതി അല്ലേ? നമുക്ക് ഈ വീട് തന്നെ മതി. മതി. ഓക്കേ അല്ലേ? ഇത് മതി. ഇത് മതി, ഇത്രയും മതി. നിങ്ങൾ വീട് കണ്ടു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, അതെനിക്ക് റൈമക്കായെന്ന് അറിയിക്കണം. അല്ലാത്തൊരു പുലിവാലാണ്. ശരിക്കും നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇവിടെ താമസിച്ചാൽ മതിയായിരുന്നു. അത്ര അടിപൊളി വീട്. ഞാനിപ്പോ അത് മനസ്സിൽ വിചാരിച്ചേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇങ്ങനത്തെ വീട്ടിൽ എന്തെങ്കിലും ജീവിക്കോ ക്ലീറ്റോ? ഞാൻ പറഞ്ഞതേ ക്ലീറ്റോട് എടുത്തു ഒരു 6 മാസം താമസിച്ചോളാം. നിനക്ക് വീട് ശരിക്കും ഇഷ്ടപ്പെട്ട? പിന്നെ ആർക്കാ ഇഷ്ടപ്പെടാത്ത? നല്ല വീടാണ്. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ അപ്പുറത്തിപ്പുറത്തൊക്കെ താമസിക്കുന്നവര് ഭയങ്കര ഉദ്യോഗസ്ഥന്മാരാ. മുഖത്തോട് പോകുന്നോലും നോക്കത്തില്ല, മിണ്ടാൻ പോലും ചേച്ചിക്ക് ആരും ഉണ്ടാവത്തില്ല. പിന്നെ ക്ലീറ്റോ നല്ല ഉദ്യോഗസ്ഥനല്ലേ? അല്ല, നമുക്ക് തരുമോ അവര് വീട്? മാസം 15 രൂപ വാടക കൊണ്ട് തങ്കം. 15 രൂപയോ? 15 രൂപയ്ക്ക് മാത്രം ഉണ്ട്. മുകളില് 4 മുറി, അടുക്കളകളും പൈപ്പ് കണ്ടാ നീ പൈത ഇങ്ങനെ കാണിച്ചാൽ തന്നെ അല്ല, ഇത് 25,000 രൂപയ്ക്ക് കൊടുക്കായിട്ടുണ്ട്. അൻസാറിന്റെ പറ്റിയത്തിൽ നമ്മൾ അപ്പുക്കുട്ട സാറിന് വേണ്ടിയിട്ടായോണ്ടാണ് 15 രൂപയ്ക്ക് തന്നത്. ഇപ്പൊ അതിപ്പോ പക്ഷെ നമ്മൾ 15 രൂപ എടുത്ത് കൊടുക്കും. ഞാനൊരു 5,000 രൂപ 10 രൂപ എടുക്കും. ഞാൻ 5,000 രൂപ ക്ലീറ്റോ 10 രൂപ 10 രൂപ എന്ന് പറയുന്നത്. എന്റെ അളിയൻ പാർട്ടി ഓഫീസ് ഇവിടെ അടുത്താണ്. പിന്നെ അളിയനെ ആരെങ്കിലും കാണാൻ വന്നാൽ നല്ല ഗമയിൽ ഇരുന്നൂടെ? എന്തെല്ലാം കാര്യങ്ങൾ നടക്കും. ഞാൻ പകുതി ഇടാം, നീ പകുതി ഇടും. 700 നീ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതിലൊക്കെ. എന്തായാലും കുഴപ്പമില്ല ചേച്ചി, ഇങ്ങനത്തെ വീട് കിട്ടൂല. ആണല്ലേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പോവും. ഒരു കാരണവശാലും ഇവിടെ നിന്ന് പോകാൻ പറ്റത്തില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഞാനിപ്പോ എന്റെ ചേച്ചിയിലുണ്ടാണ് ഒന്നരാടെ ഇടപെട്ട് ഇവിടെ കാണാൻ വരുന്നത്. അപ്പൊ നിങ്ങളൊക്കെ കാണണമെന്ന് മാത്രം. ചേച്ചിയെ കാണാൻ വരുന്ന പോലെ നിങ്ങൾ വേറെ എവിടെയും പോയി താമസിച്ചാൽ ഞാൻ വരുമെന്ന് കരുതണ്ട. ഞാൻ തിരിഞ്ഞു നോക്കില്ലേ. ഞാൻ
അമ്മാവ അമ്മേ ഇവള് കണ്ടതാ, ഒന്ന് ആലോചിച്ച് നോക്കി. കൈ ഇതേത് ഇങ്ങനെ നീട്ടിയ പൈപ്പിൽ കൂടി വെള്ളം വരും. വലിയ രണ്ടിങ്ങനെ നമ്മുടെ അലമാരി പോലത്തെ ഫ്രിഡ്ജായിരിക്കുന്നത്. വാഷിംഗ് മെഷീൻ, പാത്രം കഴുകാൻ കൂടി മെഷീൻ അമ്മേ. അതുപോലെ കുത്തി പൊതിക്കണം പൊന്തണ ഇത്. എന്റെ കുട്ടി അതൊന്നും സ്വന്തമല്ലല്ലോ. നാളെ അവര് വന്നിട്ട് അവിടെ താമസിക്കുമ്പോ ഇറങ്ങി പോവാൻ പറഞ്ഞ അതിലും വലിയ വിഷമം. അതാ ഞാൻ പറഞ്ഞ 6 മാസം കഴിയുമ്പോ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പോന്നോളാലോ. പിന്നെ വേറൊരു കാര്യം, അവിടെയൊക്കെ താമസിച്ചിട്ട് പിന്നെ ഇവിടെ വരുമ്പോ ചേച്ചിക്ക് ഭയങ്കര പാടായിരിക്കും. ഇല്ല, എന്റെ ഒരു ആഗ്രഹമല്ലേ. ഒറ്റപ്പെട്ടു പോവും. ആ ക്ലീറ്റൊക്കെ ഡൽഹിന്നും പറഞ്ഞിട്ട് മറ്റേ പാലക്കാട് എന്നൊക്കെ പറഞ്ഞ് അത് ഞാൻ പറഞ്ഞു പരിസരം ഒക്കെ ഉണ്ട്, പക്ഷെ ആരുമായിട്ട് അങ്ങനെ സഹകരിക്കാൻ പറ്റത്തില്ല. അവരെല്ലാരും ഭയങ്കര ഉദ്യോഗസ്ഥന്മാരാ. ഒരു കുഴപ്പമില്ല, ഇതേപോലെ പരന്ന് കിടക്കല്ല ആ വീട്. എടി വീട് വലുതാ പറഞ്ഞിട്ട് എന്താ കാര്യം? നിന്റെ ജീവിത സാഹചര്യം നോക്കണ്ടേ? പെട്ടെന്ന് നീ അടുക്കളയിൽ വന്ന് നോക്കി, ഒരു തക്കാളി കാണാനില്ല, ഇത്തിരി പുളി വേണം, കുറച്ച് പഞ്ചസാര വേണം. ഇങ്ങോട്ട് ഓടി വരണ പോലെ നീ അവിടെ എവിടൊക്കെ ഓടിപ്പോവും. പഞ്ചസാര ഉപയോഗിക്കാതിരുന്നാ മതി. ഈ പെണ്ണ് അമ്മേ ഞാൻ പോകൂട്ടോ, ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എനിക്കൊന്ന് മാറി നിക്കണോന്ന് ആഗ്രഹമുണ്ട്. എനിക്കൊരു നല്ല വീട്ടിൽ നിക്കണം. നല്ല കേൾക്കാത്ത വവ്വാല് തല കീഴുമേല പോട്ടെ. അല്ലടി വേണ്ട വേണ്ട. ഈ പെണ്ണ് ഇത് എന്ത് ഭാവിച്ചാൽ ചേച്ചി തീരുമാനിച്ച് ഉറപ്പിച്ചു വെച്ചിരിക്കുക. ഒറ്റപ്പെടുമ്പോ അനുഭവിച്ചോളൂ. കാര്യം അത് നല്ല വീടൊക്കെയാണ്, പക്ഷെ ആ വീടിന് അതിൻ്റെതായിട്ടുള്ള പോരായ്മകളുണ്ട്. എന്ന് വെച്ചാൽ ചേച്ചിക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങി ആരെങ്കിലും ഉണ്ടോ സംസാരിക്കാൻ? ഇതിപ്പോ ലില്ലിയെന്ന് വിളിച്ചാൽ ഞാൻ ഓടിച്ചല്ലോ. ആരോട് ചേച്ചി മിണ്ടും? അങ്ങനൊന്നും നോക്കിയിട്ട് കാര്യമില്ല. അവർ ചിന്തിക്കുന്ന ചിലപ്പോൾ ഒത്തിരി നാളെ ഒരു ആലോചനയൊക്കെ വരുമ്പോൾ വീട് നല്ല ചുറ്റുപാട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരിക്കും. വീട്ടിൽ കിടക്കണ്ട പോയിരുന്നിട്ടല്ല കാര്യം. സ്വന്തം വീടില്ലേ, അധ്വാനിക്കണം, എന്നിട്ട് വീട് നേരാക്കണം, എന്നിട്ട് അവിടെ താമസിക്കണം. വല്ലവന്റെ വീടും കണ്ടിട്ടുള്ള കാശ് ആലോചന മതി. എന്തായാലും ചെറിയൊരു കാശെങ്കിലും ആടെ കൊടുക്കണ്ടേ? അധ്വാനിക്കണ പൈസ ഇപ്പൊ 10 പൈസ ഉണ്ട് അവന്റെ കയ്യില്. നിങ്ങൾ ഇനി എങ്ങനെ അധ്വാനിച്ചുണ്ടാക്കണം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തതിന് പകരം അവരെ എങ്ങനെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്ന് പറ. അവരെന്തായാലും അവിടെ പോയി താമസിക്കാൻ തീരുമാനിച്ചേക്കും. തീരുമാനം മാറ്റണം. എപ്പോഴും ഓരോ പൊട്ട ഐഡിയ ആയിട്ടൊക്കെ വരുമല്ലോ. എന്തെങ്കിലും ഐഡിയ പറ. അത് ഞാൻ എന്തെങ്കിലും ഐഡിയ പറയുമ്പോഴത്തേനാ ശരിയാവില്ല. ശരി, ഇതിപ്പോ എന്തായാലും ശരി, അവരെ പുറത്തൊക്കെ എന്ത് ഐഡിയ വേണേ പറഞ്ഞു. എനിക്കും എന്റെ ചേച്ചിക്കും കണ്ണടയുന്നത് വരെ ഈ 2 പേരും ഇങ്ങനെ അടുത്ത് താമസിക്കുന്നത് കാണണം. അതെ, നമുക്കും അതാണ്. ഒഴിവാക്കാൻ എന്താ വഴിച്ചാ നീ പറഞ്ഞോ? ഒരു ഐഡിയ നടക്കണതാവണം. നടക്കണതാണ്, അതിന് പൈസ ചെലവുണ്ട്. അത് ആദ്യമേ ഞാൻ പറഞ്ഞു. നിന്റെ കുട്ടികളെ അടുത്തടുത്ത് താമസിക്കാൻ വേണ്ടി കുറച്ച് പൈസ ചെലവായാലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ വർക്ക്ഷോപ്പിൻ്റെ അടുത്ത് ഈ സിനിമയിലൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്ന ഒരു സുഷമ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയുണ്ട്. ഉഗ്ര ആർട്ടിസ്റ്റാണ്. നമ്മൾ അവരെ കൊണ്ട് ഈ പറയുന്ന തങ്കഞ്ചേട്ടത്തിൽ താമസിക്കാൻ പോകുന്ന വീടിൻ്റെ പരിസരത്ത് നിർത്തും. ഇവരവിടെയൊക്കെ വരുമല്ലോ. അവിടെ വരുമ്പോഴത്തേന് പുതിയതായിട്ട് താമസിക്കാൻ വന്നതാണോ എന്ന് അവർ ചോദിച്ചിട്ട് പറയും, യാതൊരു കാരണവശാലും ഇവിടെ താമസിക്കരുത്, പ്രേതബാധയുണ്ട്, ഒരു നിലവിളി കേട്ടാൽ പോലും പരിസരത്തുള്ള ആരും തിരിഞ്ഞു നോക്കത്തില്ല, പിന്നെ അപ്പുറത്തൊരു വീട്ടിൽ ഒരു കള്ളുകൂടിയുണ്ട്, അവൻ്റെ ശല്യം എപ്പോഴും ഉണ്ടാവും, അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ വീടല്ലേ എന്ന് അവരെ കൊണ്ട് പറയിപ്പിക്കും. അങ്ങനെ പറയുമ്പോൾ എന്തായാലും തങ്കഞ്ചേട്ടത്തേക്ക് അവിടെ നിൽക്കാൻ പറ്റത്തില്ലല്ലോ. കാര്യം ക്ലീറ്റം വെച്ചുമ്പോൾ 30 ദിവസം വീട്ടിലുള്ള ആളല്ലല്ലോ, പെണ്ണുങ്ങൾ മാത്രമല്ലല്ലോ കൂടുതലമ്മേ. അവനാകുമ്പോൾ കരഞ്ഞ് കാര്യം പിടിച്ച് പെർഫോം ചെയ്യും. സാധനം കേൾക്കും. കുഴപ്പമില്ല ഐഡിയ. കേൾക്കും. അയൽവക്കത്തുള്ള ഒരാൾ തന്നെ അത് വീടിനെ കുറിച്ച് പറയുമ്പോൾ ആരും വിശ്വസിച്ചു പോകും. നമ്മളല്ലല്ലോ പോയി പറയും. ചേച്ചിയാകുമ്പോ ഇതിലൊക്കെ വിശ്വസിക്കുന്ന കൂട്ടത്തില്ല. ക്ലീറ്റോനെ ഈ നാടക നടീനെ അറിയോ? ഇവിടെ ഉള്ളത് എങ്ങനെ? അത് ഈ അടുത്ത സമയത്ത് വാടകയ്ക്ക് താമസിക്കാൻ വന്നേ. പറഞ്ഞ വിശ്വസിക്കൂലേ? വിശ്വസിപ്പിക്കുന്ന രീതി അവർ ചെയ്യും. അതിനുള്ള ചില്ലറ കൊടുക്കണം. ചില്ലറ കൊടുക്കുക. ഈ വാക്ക് കേട്ടാ അവര് അവിടെ താമസിക്കാണ്ട് അങ്ങോട്ട് പോരോ? എങ്ങുമില്ല. അവരെ അവിടെ അടുപ്പിക്കാത്ത രീതിയിൽ അവർ പറഞ്ഞു. എന്നാ 10-500 വേണം, ഞാൻ തരാം, കുഴപ്പമില്ല. 500? ഏടാ, അതാ ചീരത്തോട്ടം നിൽക്കുന്ന ബംഗാളിക്ക് ഉണ്ട് കൂടെ 500 രൂപ. അരമണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ. അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ ആർട്ടിസ്റ്റുകൾക്ക് ഒരു ദിവസം ശമ്പളം. അവർ രാവിലെ വന്ന് ഒരു ഡയലോഗ് പറഞ്ഞാലും രാവിലെ തൊട്ട് വൈകിട്ട് ഒരു ഡയലോഗ് പറഞ്ഞാലും അവർക്ക് ഒരു ദിവസം ശമ്പളം കൊടുക്കണം. ഒരു 2500 കൊടുക്കേണ്ടി വരും. എന്റെ പരിചയം വെച്ച് 2000-ന് പറ്റുമോ? അത് പറ്റും. 2000 പറ്റുമെന്ന് ഉറപ്പിക്കാതെ നോക്കാം. അത് പറ്റില്ല. ഉറപ്പുണ്ടെങ്കിലേ കാശിട്ട് തരും, അല്ലെങ്കിൽ പറ്റില്ല. അല്ല, അത് വെച്ചിട്ട് സംസാരിച്ച് നോക്കാം. അത് 500 ഞാൻ 2000 ഉറുപ്പ്യ അങ്ങോട്ട് തരും. ഈ നാടക നടീന് നീ പറഞ്ഞു വിട്ടിട്ട്, നാടകനടിയല്ല, സിനിമ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റ്, അതിന് പറഞ്ഞു വിട്ടിട്ട് ഇവർക്ക് അത് വിശ്വാസം വന്നിട്ട് ഇവരാ വീട് വേണ്ട പറഞ്ഞിട്ട് വരണം. ഓക്കെ ആണോ? ഓക്കെ ആണ്. ഇല്ലെന്ന് ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ മാറി, അത്രേ ഉള്ളൂ. ആ ടൗണ്. ആ എടാ, ഞാൻ വിളിക്കാവേ. ഞാൻ വിളിക്കാം. ആ ഇല്ല ഇപ്പൊ വിളിക്കാം. കുഴപ്പമില്ല. എന്തായി? ഓ, അങ്ങോട്ട് കയറില്ലേ? ഇതിനെ ബാഗ് കൊണ്ട് ഇങ്ങോട്ട് തന്നെ. അതെ, അങ്ങോട്ട് കയറിയില്ല. എന്തോരം ടെൻഷൻ അറിയാൻ വേണ്ടി. എന്താ സത്യം പറഞ്ഞ പോലീസ് ജോലി എന്ന് പറഞ്ഞോണ്ടല്ലേ മനുഷ്യന് ഒരു സമാധാനം ഉണ്ട് കിട്ടാത്ത പരിപാടിയാണ്.
ഇവിടെ തിരിക്കും ഒരു 5 മിനിറ്റ് നിന്റെ അടുത്ത് ഇരിക്കുമ്പോൾ ഒരു ചെറിയ സമാധാനം. സാരമില്ല. ചായ ഇടണമെന്നാ? ചായ വേണ്ട, വേറെ സാധനം എന്നാ? ഉണ്ട്. എന്താണ് ഓർക്കാ? പരിപ്പൂടാ. അയ്യോ, ഇതെങ്ങനെ സാധിക്കണം നിനക്ക്? ഞാൻ ഇന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, ഒരു പരിപ്പോടെ കിട്ടിയാച്ചെങ്കിൽ തിന്നായിരുന്നു. മനസ്സ് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിക്കുമല്ലടി. അയ്യോടാ, നിനക്ക് വേണം? നീ വേണ്ട. അല്ല, ഒരു വർഷം ഇങ്ങോട്ട് പോ. അവിടെ എന്തുണ്ട് വിശേഷം? എവിടെ? അപ്പുറത്ത്. അപ്പുറത്തന്നെ, അപ്പുറത്തല്ലേ? അങ്ങോട്ട് കൊണ്ടുപോയിക്കെന്നാ? അവൾക്കൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഓ, നല്ല പോലെ നല്ല പോലെ. എനിക്ക് എപ്പോഴും വേണ്ട, കൊണ്ടില്ല അങ്ങോട്ട്. ഓ, നീ കട്ടൻ ചായ ഇട്ട് കുടിക്കാം. പോട്ടാ, പോയിട്ടാ. അമ്മാവാ, എടി ലില്ലി, ആ ഒന്നിങ്ങ വന്നേ. എന്താണ് പിന്നെ? ഞാൻ ഇപ്പൊ നിന്നൊന്ന് വിളിക്കാതിരിക്കായിരുന്നു. നീയെ പറഞ്ഞു പോയതിന് ശേഷം ഞങ്ങളിങ്ങനെ ആലോചിച്ചില്ലടി, ഇങ്ങനെ ഒരു നല്ല സൗകര്യമുള്ള വീടൊക്കെ കിട്ടുമ്പോ ഒരു അവസരം ഉണ്ടെങ്കിൽ അവിടെ പോയി താമസിക്കണം. നല്ല കാര്യം അത്. വൈകുന്നേരേ ഞാനും ലില്ലിയും കൂടിയൊക്കെ ഒന്ന് വരാം. നമുക്ക് എല്ലാവർക്കും പോയിട്ടൊന്ന് വീട് കാണാം. എങ്ങനെ ഉണ്ട് നോക്കാലോ അല്ലേ? പിന്നെ എല്ലാവർക്കും അങ്ങനെ തീരുമാനം ചേച്ചി പോവും. അതെ. വേണ്ട, എനിക്ക് പോണ്ട. എന്തേ പോണ്ടെന്നാ? അന്നേരം അങ്ങനെ ഒരു ആഗ്രഹം തോന്നി എന്നുള്ളതൊക്കെ ശരിയാ. അതിന് കുഴപ്പമില്ല. അതല്ല അമ്മാവാ, ഞാൻ പിന്നീട് ആലോചിച്ചപ്പോഴേ അവിടെ പോയി ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ച നിങ്ങളൊക്കെ ഞാൻ ഇപ്പോഴും എങ്ങനെയാ കാണുന്നത്? എനിക്ക് അമ്മയും അമ്മാവനും ഇവളും പിന്നെ എൻ്റെ കനകനും, എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. നിങ്ങളൊക്കെ ഉണ്ടെങ്കിലല്ലേ ഞാനാവുള്ളൂ. എനിക്ക് കളർ പോയ ചുമരും മക്ക് പൊട്ടിയ പാത്രവും എൻ്റെ ഇടുങ്ങിയ മുറിയൊക്കെ മതി. ഇവിടെ തന്നെ എൻ്റെ സ്വർഗം. എനിക്ക് പോണ്ട. പോണില്ല? തീരുമാനിച്ച ഉറപ്പാണല്ലോ? എനിക്കിടയ്ക്ക് നിന്നോടൊന്ന് കുശുമ്പൂത്തണ്ടേ? ആദ്യമേ ഞാൻ പറഞ്ഞു. അത് നന്നായി. അയ്യോ, നീ ആ റൊണാൾഡിനെ വിളിച്ച? അവനാ നാടക നടിയെ കണ്ടിട്ട് ഏൽപ്പിക്കണതിന്റെ മുമ്പ് വിളിക്ക്, ഇല്ലെങ്കിൽ 2000 പോവും. ഏത് നാടക നടി? അല്ല, അത് വേറെ. പിന്നെ ചേച്ചി ഉറപ്പിച്ചാ പോണില്ലെന്ന്? ഞാനൊരു കാര്യം പറയട്ടെ. ചേച്ചി പോകാത്ത സ്ഥിതിക്ക് ഞാനും ഏട്ടനും പിള്ളേരും കൂടെ ഒന്ന് അങ്ങോട്ട് മാറട്ടെ.